നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇപ്പോഴിതാ സൗദി അറേബ്യയിൽ വിവിധ പ്രദേശങ്ങളിൽ വെള്ളിയാഴ്ച വരെ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പുകൾ എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രി 12 മണിയോടുകൂടി എത്തിയ മുന്നറിയിപ്പാണ് ഇത്. വെള്ളിയാഴ്ച വരെയാണ് ശക്തമായ കാറ്റിനും അതുപോലെ തന്നെ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ് എത്തിയിരിക്കുന്നത്. ചില മേഖലകളിൽ മണിക്കൂറിൽ 55 കിലോമീറ്ററിലധികം വേഗതയിൽ കാറ്റടിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ മിക്ക പ്രദേശങ്ങളിലും കാലാവസ്ഥയിൽ മാറ്റമുണ്ടാകും. തബൂക്ക്, അൽ ഷൗഫ്, ഹായിൽ, അൽ ഖാസിം, റിയാദ്, മദീന, കിഴക്കൻ മേഖല, വടക്കൻ അതിർത്തി എന്നിവിടങ്ങളിലെ നിരവധി നഗരങ്ങളിൽ തിങ്കൾ മുതൽ, അതായത് ഇന്ന് മുതൽ ബുധനാഴ്ച വരെ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. ചൊവ്വാഴ്ച മുതൽ, അതായത് നാളെ മുതൽ വെള്ളിയാഴ്ച വരെ തബൂക്ക്, ഹയാൽ, അൽ ഖാസിം, അൽ ഷർഖിയ, റിയാദ്, മക്ക, മദീന, അൽ ഷൗത്ത് എന്നീ മേഖലകളുടെ വിവിധ ഭാഗങ്ങളിലാണ് മണിക്കൂറിൽ 55 കിലോമീറ്ററിലധികം വേഗത്തിൽ കാറ്റ് അടിക്കുക. ഇത് പൊടിക്കാറ്റായി മാറാനും അതീവ സാധ്യതയുണ്ട്. തബൂക്ക്, അൽ ഷൗത്ത്, ഹായിൽ, വടക്കൻ അതിർത്തി, മദീന മേഖലകളുടെ വടക്ക് എന്നീ മേഖലകളിൽ തിങ്കൾ മുതൽ വെള്ളി വരെ താപനില 4 മുതൽ 9 ഡിഗ്രി വരെ എത്തുമെന്നും തണുപ്പ് ശക്തമാകുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ ഫെബ്രുവരി മുതൽ, അതായത് ഈ മാസം മുതൽ സൗദിയിൽ മഴ ശക്തമായി പെയ്യുമെന്നും വിവിധയിടങ്ങളിൽ കാലാവസ്ഥ ഓരോ മണിക്കൂറിൽ വ്യത്യാസം ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് കഴിഞ്ഞ മാസം തന്നെ വന്നിട്ടുണ്ടായിരുന്നു. കാലാവസ്ഥാ മാറ്റത്തിന്റെ ഭാഗമായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്തമായുള്ള അന്തരീക്ഷം പ്രകടമാകുമെന്ന റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തണുപ്പ് ശക്തമായിരുന്നു. കഴിഞ്ഞ കുറച്ച് നാളുകളായി കനത്ത മഴയാണ് കഴിഞ്ഞ മാസം ജിദ്ദയിൽ ഉണ്ടായത്. റിയാദ് നഗരത്തിലും സമാനമായിരുന്നു സ്ഥിതി. ഇതിന് പിന്നാലെയാണ് പുതിയ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത്. കിഴക്കൻ പ്രവിശ്യ, റിയാദ് ഉൾപ്പെടെയുള്ള മധ്യ പ്രവിശ്യകൾ, അറാർ ഉൾപ്പെടെയുള്ള വടക്കൻ അതിർത്തി പ്രദേശങ്ങൾ എന്നിവയാണ് മഴ സാധ്യതാ മേഖല. ഇവിടത്തെ കനത്ത മഴയാണ് കാലാവസ്ഥാ കേന്ദ്രം പ്രവചിച്ചിട്ടുള്ളത്. അസ്വാഭാവികമായ മഴയ്ക്കും കാലാവസ്ഥാ മാറ്റത്തിനും കാരണം കേന്ദ്രം വ്യക്തമാക്കിയിട്ടില്ല. ജിദ്ദയിലെ അസ്വാഭാവികമായ മഴയാണ് കഴിഞ്ഞ മാസം പെയ്തത്. ഇതിന് പിന്നാലെ വലിയ വെള്ളക്കെട്ടായിരുന്നു നഗരത്തിൽ രൂപപ്പെട്ടത്. മഴ പ്രതീക്ഷിച്ച പല ഭാഗങ്ങളിലും ഇത്തവണ വേണ്ട വിധം മഴ പെയ്തിട്ടുമില്ല. ഇത് രാജ്യത്തെ കൃഷിയെ തന്നെ ആകപ്പാടെ ബാധിച്ചിട്ടുമുണ്ട്. തണുപ്പും വ്യത്യാസമായ രീതിയിലാണ് ഇത്തവണ സൗദിയിൽ അനുഭവപ്പെട്ടത്. റിയാദിൽ 5 ഡിഗ്രി സെൽഷ്യസിന് താഴെ തണുപ്പ് ഉണ്ടായിരുന്നു. ഇത്തവണ തണുപ്പ് പല ഭാഗത്തും കഠിനവുമായിരുന്നു. ഹയ്യിൽ, തബൂക്ക്, തുറൈഫ്, കുറിയാത്ത് എന്നിവിടങ്ങളിൽ കുറഞ്ഞ താപനില രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫെബ്രുവരിയിൽ തണുപ്പ് കുറയുമെന്നായിരുന്നു പ്രതീക്ഷ. കാലാവസ്ഥയിലെ മാറ്റം കാറ്റിന്റെ ഗതിയെ ആശ്രയിച്ചാണെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. ഏതായാലും എല്ലാ ജനങ്ങളും ഒന്ന് ശ്രദ്ധിക്കേണ്ട നന്നായിരിക്കും. മുന്നറിയിപ്പുകൾ ശ്രദ്ധയോടുകൂടി കേൾക്കുക.